ഹലോ മക്കളെ, ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രാക്ടിക്കൽ പരീക്ഷ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടും പിന്നെ ചെറിയ രീതിയിലുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ടല്ലേ. അപ്പോൾ അതിനകത്ത് കുറച്ച് കമൻസൊക്കെ വന്നത് കണ്ടിരുന്നു. ഞാൻ അതിൻ്റെ ബാക്കി കമൻസ് ഒന്നും നോക്കിയിട്ടില്ല, നോക്കാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു ബാച്ചിൻ്റെ ഇന്ന് ഫിസിക്സിൻ്റെ എക്സാം തുടങ്ങുന്ന ഒരു ബാച്ചിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. അവർ ചിലപ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തേക്കാം എങ്ങനെയായിരുന്നു എക്സാം എന്നൊക്കെ ഉള്ളത്. അഥവാ എക്സാം കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എന്തായിരുന്നു നിങ്ങളുടെ ലാബിലുണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്നുള്ളതൊന്ന് ഷെയർ ചെയ്യണേ. അത് ബാക്കിയുള്ളവർക്കും കൂടെ ഒന്ന് ഹെൽപ്പ് ആവുമല്ലോ. ഓക്കെ, അപ്പം പിന്നെ അതുമാത്രമല്ല, എല്ലാ സ്കൂളിലും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ചില സ്കൂളിലെ ടീച്ചേഴ്സ് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവാം, ചില സ്കൂളിലെ ടീച്ചേഴ്സ് തീരെ ഹെൽപ്പ് ചെയ്യാത്തവരുണ്ടാകാം, അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിരുന്നു, സൗണ്ട് കുറവാണ് എന്നുള്ളത്. ഞാൻ ഇന്നലെ തന്നെ വീഡിയോയിൽ പറഞ്ഞിരുന്നു എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്. ആക്ച്വലി ഡോക്ടർ വോയിസ് റെസ്റ്റൊക്കെ പറഞ്ഞതാണ്, പക്ഷേ നിങ്ങളുടെ ഈ എക്സാമിൻ്റെ ഇടയിൽ വോയിസ് റെസ്റ്റ് ഒന്നും ചെയ്തിരിക്കാൻ ഉള്ള സമയമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഞാൻ മാക്സിമം സൗണ്ട് എടുത്തിട്ടാണ് സംസാരിക്കുന്നത്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹെഡ്ഫോണോ എയർപോഡ്സോ എന്തെങ്കിലും വെച്ചിട്ട് കേൾക്കണം കേട്ടോ. ഓക്കെ, ഞാൻ എൻ്റെ മാക്സിമം സൗണ്ടിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. റിക്വസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, കുറേ പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഗ്രാഫുകൾ വരയ്ക്കാൻ അറിയുന്നില്ല, ഗ്രാഫിൻ്റെ സ്കെയിൽ എടുക്കാൻ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര വിഷമമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കുള്ള +1ൻ്റെയും +2ൻ്റെയും ഗ്രാഫുകളെല്ലാം കൂടി എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഞാൻ ഗ്രാഫ് നോക്കുമ്പം ഇത്ര തന്നെ ഗ്രാഫാണുള്ളത്. ഒന്ന് സിമ്പിൾ പെൻഡുലത്തിൻ്റെ LT² ഗ്രാഫ്, പിന്നെ ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ ലോഡ് എക്സ്റ്റൻഷൻ ഗ്രാഫ്, അതിനെ തന്നെയാണ് ML ഗ്രാഫ് എന്നും പറയുന്നത്. പിന്നെ വെർട്ടിക്കൽ ഓസിലേഷൻ മെത്തേഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളവർക്ക് MT² ഗ്രാഫ് ഉണ്ട്. പിന്നെ +1 വേറെ എക്സ്പെരിമെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ, ഗ്രാഫ് ഉള്ളത് വേറെ ഒന്നും ഇല്ലല്ലോ. പിന്നെ കൺകറൻറ്റ് ഫോഴ്സസ് എന്നൊക്കെ പറയുന്നത് ഗ്രാഫ് അല്ലല്ലോ, നമ്മൾ പേപ്പറിൽ വരച്ചെടുക്കുന്നതാണല്ലോ, അതിനെ ഗ്രാഫ് എന്ന് പറയാൻ പറ്റില്ല. ദെൻ കോൺവെക്സ് ലെൻസിനകത്തുള്ളത് UV ഗ്രാഫ്, 1/1/V ഗ്രാഫ്, അത് തന്നെയാണ് കോൺകേവ് മിററിനകത്തും ഉള്ളത്. പിന്നെ പ്രിസത്തിനകത്തുള്ളത് ID കർവ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് സ്കെയിൽ എടുക്കേണ്ടത്, എങ്ങനെയാണ് ഗ്രാഫിൽ നിന്ന് പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് ഓരോ എക്സ്പെരിമെൻറ്റിൻ്റെ കൂട്ടത്തിൽ ഗ്രാഫ് നല്ല ക്ലിയർ ആയിട്ട് ചെയ്തു പോയിട്ടുണ്ട്. എന്നാലും അതിനകത്ത് പിന്നെയും ചിലർക്കൊക്കെ ഒരു ഡൗട്ട് വരുന്നുണ്ട്, സ്കെയിൽ എടുക്കുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നു എന്നൊക്കെ ഉള്ളത്. ഈ ഗ്രാഫിനെ പറ്റി ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഗ്രാഫിനകത്ത് ചെറിയ ഇപ്പോൾ സ്കെയിൽ എടുക്കാൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വരുന്ന ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്ത് തരും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറിനോടൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ പറയും. അതിനൊന്നും അങ്ങനെ വല്ലാതെ മാർക്ക് കുറയ്ക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കേണ്ട, സ്കൂളിൽ ചെന്ന് ടീച്ചേഴ്സ് പറഞ്ഞു തരും അങ്ങനെയും വിചാരിക്കരുത്. നമ്മൾ അങ്ങനെയൊക്കെ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാവും. അപ്പോൾ നമ്മളൊന്നും ആരോട് ഹെൽപ്പ് ചോദിക്കില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് പോവുക കേട്ടോ. അവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ യാതൊരു രീതിയിലുള്ള ഹെൽപ്പും ചോദിക്കാനുള്ള ഇടയുണ്ടാക്കാത്ത രീതിയിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, സിമ്പിൾ പെൻഡുലത്തിൻ്റെ LT² ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഗ്രാഫ് പേപ്പർ എടുത്തിട്ട് വേണമെങ്കിൽ വരച്ച് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഇങ്ങനെ വരച്ചാലും മതിയല്ലോ. ഞാൻ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് പറഞ്ഞു തന്നാൽ മതിയല്ലോ അല്ലേ. ഗ്രാഫ് പേപ്പറൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ പ്രാക്ടിക്കൽസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഗ്രാഫ് പേപ്പറൊക്കെ എടുത്തിട്ടാണ്, ബോർഡിൽ ഗ്രാഫ് പേപ്പർ എടുത്തിട്ട് അതിനകത്താണ് വരച്ച് കാണിച്ചിരുന്നത് കേട്ടോ. എന്തെങ്കിലും സംശയമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ഓക്കെ, അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഗ്രാഫിനകത്ത് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, X ആക്സിസും Y ആക്സിസും വരയ്ക്കുക. X ആക്സിസിലാണ് നമ്മൾ പെൻഡുലത്തിൻ്റെ ലെങ്ത് എടുക്കേണ്ടത്. ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇന്നലെ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഫൈൻഡ് ദ ആസിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ആസ് 45 സെൻറ്റിമീറ്റർ, 55 സെൻറ്റിമീറ്റർ, 85 സെൻറ്റിമീറ്റർ, 95 സെൻറ്റിമീറ്റർ അങ്ങനെ തന്നിരിക്കുന്നതെന്ന്. നമ്മൾ സ്കൂളിൽ ചെയ്തിട്ടുണ്ടാവുക 60, 70, 80, 90 എന്നാണ് ചെയ്തതല്ലേ. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഈ വാല്യൂസിൻ്റെ ലെങ്ത് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത് എന്തുവാണെന്ന് നോക്കിക്കേ. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മുടെ ബോബാണെങ്കിൽ അവിടെ നിന്ന് എവിടെ നിന്നാണോ നമ്മൾ ത്രെഡ് കെട്ടുന്നത്, അതായത് ബോബിൻ്റെ അറ്റത്ത് നിന്നും ഈ നമ്മുടെ എടുക്കുന്ന ഈ ബോബെന്ന് പറയുന്ന കോർക്കാണ് ഉദ്ദേശിച്ചത്. ഒരു റബ്ബർ കോർക്ക് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ ആണല്ലോ ത്രെഡ് കടത്തി വിടുന്നത്. ആ റബ്ബർ കോർക്കിൻ്റെ ഇവിടെ നിന്നാണ് നമ്മൾ പോയിന്റ് ഓഫ് സസ്പെൻഷൻ എന്ന് പറയുക. അതായത് ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പം ഉള്ള ആ പോയിന്റ്, അതിനാണ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ എന്ന് പറയുക. അവിടെ തൊട്ടിട്ട് ഈ ബോബ് നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റാലിക് സ്ഫിയർ ഇല്ലേ, അതിൻ്റെ സെൻറ്റർ വരെയുള്ളതാണ് ലെങ്ത് L എന്ന് പറയുന്നത്. അപ്പം നിങ്ങളോട് 45 സെൻറ്റിമീറ്റർ എടുക്കാൻ പറയുന്നത്
ഇവിടം തൊട്ടിട്ട് ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള ലെങ്താണ് 45 സെൻറ്റിമീറ്റർ 55 സെൻറ്റിമീറ്റർ അങ്ങനെ മാറ്റി ചെയ്യാൻ പറയുന്നത്. ചില സ്കൂളിൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ഡയറക്റ്റ് ആയിട്ട് 45 സെൻറ്റിമീറ്റർ എന്നുള്ളത് ഒറ്റയടിക്ക് ആ സ്കെയിൽ വെച്ചിട്ട് തന്നെ മെഷർ ചെയ്യുന്നുണ്ട്. പക്ഷേ ചില സ്കൂളിൽ എന്ത് ചെയ്യും, ബോബിൻ്റെ റേഡിയസ് തരും, റേഡിയസ് തന്നിട്ട് നിങ്ങളടുത്ത് എടുക്കാൻ പറയും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ബോബ് കെട്ടുന്നതിൻ്റെ മേലൊരു ഹുക്ക് ഉണ്ടല്ലോ, ആ ഹുക്ക് വരെയുള്ള ലെങ്ത് നമ്മളിപ്പം 44 സെൻറ്റിമീറ്റർ എന്ന് എടുക്കാൻ പറയും. റേഡിയസ് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ ലെങ്ത് 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ 45 + 1 എന്തായി, ടോട്ടൽ ലെങ്ത് 45 സെൻറ്റിമീറ്റർ ആയി. അങ്ങനെയും എടുക്കുന്ന സ്കൂളുണ്ട്. അപ്പം നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാണോ ചെയ്യിപ്പിച്ചതെന്നുള്ളത് ഒന്ന് ഓർത്ത് നോക്കുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറിനോട് ചോദിച്ച് നോക്കുക, അല്ലെങ്കിൽ അറിയുന്ന കുട്ടികളോട് ആരെങ്കിലും ചോദിച്ച് നോക്കുക കേട്ടോ, നമ്മൾ എങ്ങനെയാണ് എടുത്തതെന്നുള്ളത്. ഇപ്പോൾ 2 രീതിയിൽ എടുത്താലും പ്രശ്നമൊന്നുമില്ല. ഞാൻ എടുക്കുമ്പോൾ ഈ ഫസ്റ്റ് രീതിയിലായിരുന്നു എടുപ്പിച്ചിട്ടുണ്ടായിരുന്നത് 44 + 1 എന്നുള്ളത്. പക്ഷേ പിന്നീട് പല സ്കൂളുകളിലും ഡയറക്റ്റായിട്ട് സെൻറ്റർ വരെയുള്ള ലെങ്ത് ഒറ്റയടിക്ക് അങ്ങ് ലെങ്തായിട്ട് അങ്ങ് എടുക്കുമായിരുന്നു ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചിട്ട് എടുക്കുക. അപ്പോൾ നമ്മളതാണ് നമ്മുടെ ലെങ്തായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് സ്കെയിൽ എടുക്കുന്നതെന്ന് നോക്കാം. ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ 45 സെൻറ്റിമീറ്റർ എന്നാണ് തുടങ്ങുന്നതെന്ന് വിചാരിച്ചു. 45, 55, 85, 95 ആണെങ്കിൽ നമ്മൾ ആ വാല്യൂ മാത്രമല്ല ലെങ്ത്തിൽ എഴുതേണ്ടത്. നമ്മൾ സ്കെയിൽ എടുക്കുമ്പോൾ എപ്പോഴും കറക്റ്റ് ഓരോരോ സെൻറ്റിമീറ്ററിലും നമ്മൾ ഈക്വൽ ആയിട്ടുള്ള വാല്യൂസ് വേണം കൊടുക്കാൻ. പക്ഷേ ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ അകത്ത് ലെങ്ത് എടുക്കുമ്പോൾ നമ്മളിവിടെ നിന്ന് 10 എന്ന് എടുക്കേണ്ട കാര്യമില്ല, കാരണം 100 വരെയൊക്കെ പോകുന്നത് കൊണ്ട്. ഇനിയിപ്പോൾ 10 എന്ന് തന്നെ നിങ്ങൾ സ്കൂളിൽ എടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ 10 എന്ന് തന്നെ വരച്ചോളാം. പക്ഷെ നമ്മൾ 45 സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് ഇവിടെ നിന്നായിരിക്കും ഇങ്ങനെയായിരിക്കും ഗ്രാഫ് വരുന്നുണ്ടാവുക. ഞാൻ സ്കൂളിൽ എടുപ്പിക്കുമ്പോൾ ഇപ്പം നമ്മൾ 60, 70 എന്നാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇവിടെ ഫസ്റ്റ് നമ്പർ 60 കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഓരോരോ ഡിവിഷൻസും 60, 70, 80, 90 അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് 10 ഡിവിഷൻസിനകത്ത് 10 സെൻറ്റിമീറ്റർ ഡിഫറൻസ് എന്നുള്ള രീതിയിലാണ് സ്കെയിൽ എഴുതിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമുക്കിവിടെ 45 എന്നൊക്കെയാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് 40യിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇനീഷ്യൽ റീഡിങ്സ്, നമ്മുടെ സ്റ്റാർട്ടിങ് റീഡിങ്സ് നമ്മൾ ഒഴിവാക്കുകയല്ലേ. അങ്ങനെ ഒഴിവാക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കൊടുക്കും. അതായത് അതിനെ കിങ്ക് എന്ന് പറയും. കിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ ഇതുപോലെ റീഡിങ്സ് ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നതാണത് കേട്ടോ. അപ്പോൾ അത് സിമ്പിൾ പെൻഡുലത്തിന് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എടുത്തത്. 40, 50, 60, 70, 80, 90, 100 ആണെങ്കിൽ 110 കൂടെ എഴുതിക്കോളൂ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ വാല്യൂസ് എടുക്കുക. അപ്പോൾ ലെങ്ത് ഓഫ് ദ പെൻഡുലത്തിനകത്തുള്ള ഏറ്റവും മിനിമം വാല്യൂ എത്രയാണ്, ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എത്രയാണ്, അത് വെച്ചിട്ടാണല്ലോ നമ്മൾ ഗ്രാഫ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ 45, 55, 85, 95 ഇങ്ങനെയാണ് വാല്യൂ തന്നിരിക്കുന്നതെങ്കിൽ നമ്മുടേത് 45 മുതൽ 95 വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 45 സ്റ്റാർട്ട് ചെയ്യാം. 45, 55, 65, 75, 85, 95, 105 അങ്ങനെ വേണമെങ്കിൽ എഴുതാം കേട്ടോ. അപ്പം ഈ ഏറ്റവും മിനിമം വാല്യൂ തൊട്ട് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ വരെ നമ്മുടെ സ്കെയിലിൽ ഉണ്ടാവണം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ വൈ ആക്സിസിൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ വാല്യൂസും കൂടെ എടുത്ത് കയ്യിൽ വെക്കട്ടോ, റെക്കോർഡും കൂടെ നോക്കുക. നിങ്ങൾ നോക്കിക്കുക, T² വാല്യൂ 1ൻ്റെയും 4ൻ്റെയും അല്ലെങ്കിൽ 5ൻ്റെ ഇടയ്ക്കാണ് T² വാല്യൂ വരുന്നത്, ക്യാപിറ്റൽ T² വാല്യൂ വരുന്നത് അല്ലേ. നോക്കിക്കേ, യെസ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വൈ ആക്സിസിൽ കൊടുക്കേണ്ടത് 1, 2, 3, 4 ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഒരൊറ്റൊരു വാല്യൂ എടുത്ത് കാണിച്ചു തരാം. 55 സെൻറ്റിമീറ്റർ ലെങ്ത് 55 സെൻറ്റിമീറ്റേഴ്സിന് നമുക്ക് T² കിട്ടിയിരിക്കുന്നത് 2.1 ആണെന്ന് വിചാരിക്കുക. T² കിട്ടിയത് 2.1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 55 എന്ന് പറയുമ്പോൾ എവിടെ വരും, ഇത് 50 ആണ്, ഇത് 60 ആണ്, ഇതിൻ്റെ കറക്റ്റ് മിഡിൽ അല്ലേ. ഓക്കെ, ഇവിടെ നിന്ന് 55ഉം 2.1 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 10 ഡിവിഷൻ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ 2.1 എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത ഡിവിഷനാണ്. 55നും 2.1 എന്ന് പറയുമ്പോൾ ഇവിടെയായിട്ടാണ് നമ്മുടെ കുത്ത് വരിക. മനസ്സിലായോ? അതുപോലെ ഓരോ എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള T² എത്രയാണെന്നുള്ളത് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ അതാ നോക്കൂ, നമുക്ക് ഇങ്ങനെ പോയിൻറ്റ്സ് കിട്ടി. ഒരു പോയിൻ്റ് ഇവിടത്തേക്കായിപ്പോയി, ഒരു പോയിൻ്റ് ഇങ്ങനെ കിട്ടി. അപ്പം നമുക്ക് മാക്സിമം നമ്പർ ഓഫ് പോയിൻറ്റ്സ് പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ വേണം വരയ്ക്കാൻ. അപ്പോൾ അതാ നമുക്ക് ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഒരു പോയിൻ്റ് പുറത്തേക്ക് പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല, ഒരു പോയിൻ്റൊക്കെ കേട്ടോ. ഇനിയിപ്പോൾ ചിലപ്പോൾ 6 റീഡിങ്സ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ 2 പോയിൻ്റ് പുറത്തേക്ക് പോയാലും വലിയ വിഷയമില്ല. പക്ഷേ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് പോയിൻറ്റ്സ് പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ വേണം എടുക്കാൻ. അപ്പോൾ ഇതാണ് LT² ഗ്രാഫ് വന്നത് അല്ലേ. L/T² കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഇനി ഗ്രാഫിൽ നിന്ന് എങ്ങനെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കണം.
അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും 2 പോയിന്റുകൾ എടുക്കുക. ആ 2 പോയിന്റുകൾ എടുക്കുമ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് G 9.8 തന്നെ കിട്ടുന്ന 2 പോയിന്റ്സ് മാക്സിമം എടുക്കാൻ നോക്കുക കേട്ടോ. 2 പോയിന്റ്സ് എടുത്തിട്ട് നമ്മൾ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ABC എന്ന് എഴുതി. ഇനി നമുക്ക് AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് ആക്സിസിന് പാരലായിട്ട് കിടക്കുന്നതാണ് AB അല്ലേ? അതുപോലെ Y ആക്സിസിന് പാരലായിട്ട് കിടക്കുന്നതാണ് BC. അപ്പം നമ്മൾ AB ബൈ BC ചെയ്യണം. എങ്ങനെയാണ് AB ബൈ BC ചെയ്യേണ്ടത്? ഈ B എന്ന് പറയുന്നത് Bക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ 80 ആണെന്ന് വിചാരിക്കൂ. ഞാൻ സിമ്പിൾ പിന്നിൽ തന്നെ ഗ്രാഫിൻ്റെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് ചെക്ക് ചെയ്യുമ്പോൾ വീഡിയോ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് നേരത്തെ നിർത്തിയ സ്ഥലത്ത് നിന്ന് ഒന്നും കൂടെ തുടങ്ങാം. നമ്മളിവിടെ ഗ്രാഫൊക്കെ വരച്ചല്ലോ. ഇനിയിപ്പോൾ എല്ലാം T² ഒന്നും ഞാനങ്ങനെ എഴുതണമല്ലോ അല്ലേ? 40, 50, 60, 70, 80, 90, 100 അങ്ങനെ എഴുതി. 1, 2, 3, 4 ഒക്കെ എഴുതി. നമ്മൾ ഗ്രാഫ് ഇങ്ങനെ കിട്ടി. ഗ്രാഫിനകത്ത് നിന്ന് 2 പോയിന്റ്സ് എടുത്തു. നമ്മൾ സ്ലോപ്പ് വരച്ചു. ABC എന്ന് കിട്ടി അല്ലേ? ഇത്രയും വരെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് കിട്ടിയെന്ന് പറഞ്ഞു? AB എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നേരത്തെ വരച്ചതിൽ B എന്ന് പറയുന്നത് 80 മൈനസ് A എന്ന് പറയുന്നത് ഞാൻ 55 വരച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? B. ഓക്കെ, അപ്പോൾ 80 മൈനസ് 55 ചെയ്യണം. AB കണ്ടുപിടിക്കണമെങ്കിൽ Bക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണോ വാല്യൂ അത് മൈനസ് Aക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. അപ്പോൾ 80 മൈനസ് 55 ചെയ്യുമ്പോൾ നമുക്ക് 25 സെൻറ്റിമീറ്റേഴ്സ് കിട്ടി. ഇനി നമുക്കതുപോലെ BC കണ്ടുപിടിക്കണം. BC കണ്ടുപിടിക്കണമെങ്കിൽ Cക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ മൈനസ് Aക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Bക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, Cക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ മൈനസ് Bക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. അപ്പോൾ Cക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഞാനിപ്പം 4 ആണെങ്കിൽ 4 മൈനസ് Bക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ നേരത്തെ എടുത്തത് 2.1 എന്നായിരുന്നു അല്ലേ? അപ്പോൾ 4 മൈനസ് 2.1 1.9 സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് G ആണ് കണ്ടുപിടിക്കേണ്ടത്. G എന്ന് പറയുമ്പം നിങ്ങൾ നോക്കിക്കേ, AB എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? എക്സ് ആക്സിസിന് പാരലായിട്ട് ആരാളുള്ളത്? ലെങ്ത് അല്ലേ? BC എന്ന് പറയുന്നത് Y ആക്സിസിന് പാരലായിട്ട് ആരാളുള്ളത്? T². അപ്പോൾ G is equal to നമ്മൾ ഇങ്ങനെ എഴുതേണ്ടത് AB ബൈ BC ചെയ്യുമ്പോൾ നമുക്ക് L/T² ആയിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഇക്വേഷൻ എന്താണ്? G is equal to L/T² × 4π² ഉണ്ട്. അപ്പോൾ AB ബൈ BC ഇൻറ്റു എന്ത് ചെയ്യണം? 4π² ചെയ്യുമ്പോൾ നമുക്ക് Gയുടെ വാല്യൂ കിട്ടണം 9.8 എന്ന് കിട്ടണം കേട്ടോ. അത് കിട്ടും. നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ ഗ്രാഫ് വരച്ചാൽ മതി. അപ്പോൾ ABയും BC എടുക്കുന്നത് മനസ്സിലായല്ലോ. അതൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ വീഡിയോയിൽ സിമ്പിൾ പെൻഡത്തിൻ്റെ വീഡിയോ ഒന്നും കൂടെ ചെക്ക് ചെയ്താൽ മതി. അതിനകത്ത് ഞാൻ ഗ്രാഫ് കൂടെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള മറ്റ് സംശയങ്ങളാണ്. ഒന്ന്, ലെങ്ത് ഓഫ് സെക്കൻഡ്സ് പെൻഡുലം എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത്. അപ്പോൾ സെക്കൻഡ്സ് പെൻഡുലം എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അത് വൈവയ്ക്ക് ചോദിക്കുന്നതാണ്. സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം പീരീഡ് 2 സെക്കൻഡ്സ് കിട്ടുന്നതാണ് സെക്കൻഡ്സ് പെൻഡുലം. ടൈം പീരീഡ് 2 സെക്കൻഡ്സ് കിട്ടണം. ടൈം പീരീഡ് 2 സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ T² എന്ത് വരണം? T² എന്ന് പറയുന്നത് 4 സെക്കൻഡ്² എന്ന് വരണം അല്ലേ? അപ്പോൾ 4 എന്നുള്ളത് ഇവിടെയാണ്. നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അത് ഗ്രാഫിൽ ടച്ച് ചെയ്യും. ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നതിൻ്റെ അവിടെ നിന്ന് നമ്മൾ എക്സ് ആക്സിസിലേക്ക് കൊണ്ടുവരാം. മനസ്സിലായല്ലോ? അപ്പോൾ T 2 സെക്കൻഡ്സ് ആണ് സെക്കൻഡ്സ് പെൻഡുലം. T² 4 സെക്കൻഡ്². ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു. ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നതിൻ്റെ അവിടെ നിന്ന് എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുക. ശരിക്കും 100 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത് വരേണ്ടത്. നമ്മൾ കറക്റ്റായിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ. തിയറിയിൽ അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ നമുക്ക് കറക്റ്റ് 100 സെൻറ്റിമീറ്റർ കിട്ടത്തില്ല. നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ 95 സെൻറ്റിമീറ്ററിനോ അല്ലെങ്കിൽ 102 സെൻറ്റിമീറ്ററിനോ അങ്ങനെ ചെറിയൊരു വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം എക്സ്പെരിമെൻ്റൽ എറേഴ്സ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ചെയ്തു. അതാണ് ലെങ്ത് ഓഫ് സെക്കൻഡ്സ് പെൻഡുലം. ഇനി മറ്റൊരു ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ ടൈം പീരീഡ് ഓഫ് ദ പെൻഡുലം ഹൂസ് ലെങ്തേഴ്സ് എന്ന് പറഞ്ഞ് ഒരു ലെങ്ത് തന്നിട്ടുണ്ടാവും. ഞാനിപ്പോൾ പറയുകയാണ്, ഫൈൻഡ് ദ ടൈം പീരീഡ് ഓഫ് ദ പെൻഡുലം ഹൂസ് ലെങ്ത് 70 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ 70 സെൻറ്റിമീറ്റർ ലെങ്ത് വരുന്ന ഒരു പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് എങ്ങനെയാണ് വരേണ്ടത്? അപ്പോൾ ഈ 70 സെൻറ്റിമീറ്റേഴ്സിൽ നിന്ന് ഇങ്ങനെ ലൈൻ വരയ്ക്കുന്നു. അത് എവിടെയാണോ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നത് അവിടെ നിന്ന് എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുന്നു, Y ആക്സിസിലേക്ക് വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് T² ആണ് കിട്ടിയത്. T² എത്ര കിട്ടി? 3 സെക്കൻഡ്² എന്ന് കിട്ടി. നമുക്ക് T ആണ് വേണ്ടത്. അപ്പോൾ 3 സെക്കൻഡ്² റൂട്ട് എടുക്കുക. √3 എത്രയാണ്? 1.73. അതാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഗ്രാഫ് എന്ന് ചോദിക്കാറുള്ളൂ. ഒന്ന് LT² ഗ്രാഫ് വരയ്ക്കാൻ,
പിന്നെ ഗ്രാഫിൽ നിന്ന് എങ്ങനെ ജി കണ്ടുപിടിക്കാം, ലെങ്ത് ഓഫ് സെക്കൻഡ്സ് പെൻഡുലം കണ്ടുപിടിക്കാൻ, ടൈം പീരീഡ് ഓഫ് ദ പെൻഡുലം മൂവ്സ് ലെങ്ത് എത്ര, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചോദിക്കത്തുമില്ല, ഏതെങ്കിലും ഒന്നോ രണ്ടൊക്കെയോ ചോദിക്കാറുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തുവാണ്, ഇനി നമ്മൾ എക്സ് ആക്സിസിൽ ലെങ്ത് എഴുതി, ലെങ്ത് ഏത് യൂണിറ്റിലാണ് കൊടുക്കുന്നത്, സെൻറ്റിമീറ്റേഴ്സിലാണെങ്കിൽ അങ്ങനെ എഴുതുക. വൈ ആക്സിസിൽ ടി സ്ക്വയർ ആണ്, സെക്കൻഡ് സ്ക്വയർ ആണ് യൂണിറ്റ് എന്ന് എഴുതുക. ഗ്രാഫിൻ്റെ പേര് എഴുതാൻ മറന്നു പോവണ്ട, എൽ ടി സ്ക്വയർ ഗ്രാഫാണ്. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ എഴുതാൻ മറക്കണ്ടാത്തൊരു കാര്യമാണ് സ്കെയിൽ. സ്കെയിൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മളിവിടെ എങ്ങനെയാണ് 10 ഡിവിഷൻസിനകത്ത് നമ്മൾ 10 സെൻറ്റിമീറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 10 ഡിവിഷൻസിനകത്ത് 1 സെക്കൻഡ് സ്ക്വയർ ആണ് കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ സ്കെയിലായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഗ്രാഫിൻ്റെ ഉള്ളിൽ തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ സ്കെയിൽ എന്ന് എഴുതുക, എക്സ് ആക്സിസ് എന്ന് എഴുതുക, 10 ഡിവിഷൻസിനകത്ത് നമ്മൾ 10 സെൻറ്റിമീറ്റേഴ്സ്. വൈ ആക്സിസിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, 10 ഡിവിഷൻസിനകത്ത് 1 സെക്കൻഡ് സ്ക്വയർ എന്ന് കൊടുത്തു. മനസ്സിലായോ? പിന്നെ എ ബി എഴുതുക, ബി സി എഴുതുക, ജി സികൾ എ ബി ബൈ ബി സി ഇൻറ്റു 4π². ഇത് തന്നെയാണ് ഗ്രാഫിൽ നിന്ന് ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാൽക്കുലേഷൻസ് ആയിട്ടും കൊടുക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഗ്രാഫ്. മനസ്സിലായല്ലോ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇനി നമുക്ക് അടുത്തത് ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ ഗ്രാഫ് നോക്കാം. ഹെലിക്കൽ സ്പ്രിങ്ങിൽ ലോഡ് എക്സ്റ്റൻഷൻ ഗ്രാഫ് എന്നും പറയും, ML ഗ്രാഫ് എന്നും പറയും. പക്ഷെ നമ്മളെപ്പോഴും എടുക്കാറുള്ളത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒത്തിരി പേർക്ക് സംശയമുണ്ട് എന്തുവാണ് ഈ ഡെഡ് മാസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ പറഞ്ഞുതരാം. ഡെഡ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്പ്രിങ് എടുക്കുമ്പോൾ ഈ സ്പ്രിങ് ചിലപ്പോൾ കുറച്ച് ടൈറ്റായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുന്നത്. അത് ഇലാസ്റ്റിക് മോഡിലായിരിക്കില്ല, അതാണ് കറക്റ്റ് പറയേണ്ടത്. ഈ ഇലാസ്റ്റിക് മോഡിൽ ഈ സ്പ്രിങ്ങിനെ വരുത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ജസ്റ്റ് ഒരു മാസ് സസ്പെൻഡ് ചെയ്യും. അത് അധികവും നമ്മൾ 50 ഗ്രാം ആയിരിക്കും. ഇനി ഭയങ്കരമായിട്ട് ഓൾറെഡി തന്നെ ചെറിയതായിട്ട് ലൂസായിട്ടുള്ള ഒരു സ്പ്രിങ് ആണെങ്കിൽ ചിലപ്പോൾ ചെറിയ മാസമൊക്കെ കൊടുക്കേണ്ട ആവശ്യം വരത്തുള്ളൂ, ചിലപ്പോൾ 20 or 25 ഒക്കെ കൊടുക്കേണ്ട ആവശ്യമേ വരത്തുള്ളൂ. പക്ഷേ അധികം സ്കൂളുകളിലും 50 ഗ്രാമാണ് കൊടുക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇനി നല്ലോണം ടൈറ്റ് ആയിട്ടുള്ള സ്പ്രിങ് ആണെങ്കിൽ ചിലപ്പോൾ ആദ്യം തന്നെ ഡെഡ് മാസ് തന്നെ എത്ര കൊടുക്കേണ്ടി വരും, 50 + 50, അതായത് 100 ഗ്രാം ഡെഡ് മാസ് ആയിട്ട് കൊടുക്കേണ്ടി വരും. ഈ ഡെഡ് മാസ് എന്ന് പറയുന്ന മാസ് നമ്മുടെ കാൽക്കുലേഷൻസിൽ അല്ലെങ്കിൽ ഗ്രാഫ് വരയ്ക്കാനോ നമ്മൾ എടുക്കില്ല. ഡെഡ് മാസിൻ്റെ കൂടെ നമ്മൾ ഓരോ പ്രാവശ്യം ഇടുന്ന മാസുകളെയാണ് നമ്മൾ കാൽക്കുലേഷൻസിനകത്തും ഗ്രാഫിലും ഉപയോഗിക്കാറുള്ളൂ. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഞാനിപ്പം ഇവിടെ ഡെഡ് മാസ് കൊടുത്തിരിക്കുന്നത് 50 ആണെന്ന് വിചാരിക്കും. ഞാൻ ഈ 50യുടെ കൂടെ ഒരു 50 കൂടെ ഇട്ടു. 50യുടെ കൂടെ ഒരു 50 കൂടെ ഇട്ടപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്, K = അല്ലേ, സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ഇക്വേഷൻ K = mg/L ആണ് അല്ലേ. ഇതിനകത്ത് ഞാൻ M എന്ന് പറഞ്ഞെടുക്കേണ്ടത് ഈ ഡെഡ് മാസിൻ്റെ 50 ഒഴിവാക്കിയിട്ടുള്ള മാസാണ്, അതായത് 50 ഗ്രാം ആണ്. അപ്പോൾ ഫസ്റ്റ് റീഡിങ്ങിൽ M വരുന്നത് എന്താണ് വരുന്നത്, 50 ഗ്രാം വരും. ഇനി ഞാൻ വീണ്ടും ഇതിൻ്റെ കൂടെ ഒരു 50 കൂടെ ഇട്ടു എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ ഇപ്പോൾ ടോട്ടൽ എത്രയാണ് ഞാൻ ഇട്ടത്, 150 ആണ് ഇട്ടത്. പക്ഷേ ഇതിൽ നിന്നും ഞാനിവിടെ എമ്മിൻ്റെ അവിടെ എന്താ എടുക്കേണ്ടത്, ഈ 50 ആദ്യത്തെ 50 ഒഴിവാക്കിയിട്ട് എനിക്ക് കിട്ടുന്ന വാല്യൂ അത് എത്രയാണ്, 100. അപ്പോൾ രണ്ടാമത്തത് M = 100 എടുക്കുക. വീണ്ടും ഞാനൊരു 50 കൂടെ ഇട്ടു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 200 ആയി. പക്ഷേ ഞാനിവിടെ M എത്രയാണ് കൊടുക്കേണ്ടത്, M = 150. മനസ്സിലായോ? അപ്പോൾ ടോട്ടലി നമ്മൾ ഇടുന്ന മാസിൽ നിന്നും നമ്മൾ ആദ്യം ഇട്ട ഡെഡ് മാസ് മൈനസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ ഈ mg/L M എന്ന് പറഞ്ഞെടുക്കേണ്ടത്. അതിനെയാണ് മാസ് പ്രൊഡ്യൂസിങ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ടാബുലർ കോളം നോക്കിയാൽ മതി. ആദ്യം ഒരു ടാബുലർ കോളം ഉണ്ട്, മാസ് സസ്പെൻഡഡ്. ഈ രണ്ടാമത്തെ ഈ ടാബുലർ കോളം അധികം ബുക്കിനകത്ത് ഇല്ല, മാസ് പ്രൊഡ്യൂസിങ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞില്ല. അവിടെ K = mg/L എന്നുള്ള ഇക്വേഷനേ ഉള്ളൂ. എക്സ്റ്റൻഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നുള്ളൂ, ആ ടാബുലർ കോളേ വരുന്നുള്ളൂ. പക്ഷേ അവിടെ എന്ത് കൊടുക്കണമെന്ന് ഓർക്കണം, എമ്മിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഡെഡ് മാസ് മൈനസ് ചെയ്തിട്ടുള്ള മാസാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് മാത്രം ഓർത്ത് വെക്കുക. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഞാനിനി ഈ ഗ്രാഫ് വരയ്ക്കുമ്പോഴും നമ്മൾ എടുക്കേണ്ടത് എന്താണ്, മാസ് പ്രൊഡ്യൂസിങ് എക്സ്റ്റൻഷനും എടുക്കണം. പിന്നെ നമ്മൾ എടുക്കേണ്ട ഈ L എന്ന് പറയുന്നത് എന്താണ്, എക്സ്റ്റൻഷൻ പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു കോളം കണ്ടോ, ടാബുലർ കോളം കണ്ടോ, എക്സ്റ്റൻഷൻ എന്ന് പറയുന്നൊരു ടാബുലർ കോളം കണ്ടോ. യെസ്, ആ ടാബുലർ കോളം വേണം നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ, L. ഓക്കെ, അപ്പോൾ ഈ എക്സ്റ്റൻഷൻ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, അതിന് മുന്നേ ഞാൻ വേണമെങ്കിൽ ഒന്ന് ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ ടാബുലർ കോളം ഒന്ന് വരച്ച് കാണിച്ചു തരാം. കാരണം ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ ടാബുലർ കോളം ആണ് പലർക്കും കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് പറയാറുള്ളത്. അപ്പോൾ ഫസ്റ്റ് കോളം എന്താണ്, ട്രയൽ നമ്പർ. അപ്പോൾ ദെൻ അടുത്തത് വരുന്നത് റീഡിങ് ഓൺ ദ പോയിൻറ്റർ വൈൽ ലോഡിങ് അൺലോഡിങ്. അതിനിടയ്ക്ക് ഒരു കാര്യം എഴുതാൻ മറന്നുപോയി. ഇവിടെ നമുക്ക്
മാസ് സസ്പെൻഡഡ് എഴുതാൻ മറന്നുപോയി കേട്ടോ. ട്രയൽ നമ്പർ കഴിഞ്ഞാൽ അടുത്ത കോളം മാസ് സസ്പെൻഡഡ്. ഈ മാസ് സസ്പെൻഡഡ് ഞാൻ ക്യാപിറ്റൽ എം എന്ന് കൊടുക്കുവാണേ. അതിനകത്ത് എൻ്റെ യൂണിറ്റ് വരുന്നത് കിലോഗ്രാം. ഇതിൻ്റെ യൂണിറ്റ് വരുന്നത് സെൻറ്റിമീറ്റേഴ്സിലാണ് രണ്ടുപേരുടെ യൂണിറ്റ് വരുന്നത്. ഇനി ഇത് ലോഡിങ് അൺലോഡിങ് കഴിഞ്ഞു. അടുത്ത കോളം എന്ന് പറയുന്നത് എന്തുവാണ്? ഇതിൻ്റെ മീനാണ്. അപ്പോൾ ഈ മീനിൻ്റെ അവിടെ നമ്മൾ നോക്കിയാൽ മതി. മീനിൻ്റെ അവിടെ എഴുതുമ്പോൾ നമ്മൾ ഇത് രണ്ടിൻ്റെയും കൂടെ ഫസ്റ്റ് മീൻ നമ്മൾ R0 എന്നാണ് കൊടുക്കുക വാല്യൂ. രണ്ടാമത്തെ R1 എന്ന് കൊടുക്കും. മൂന്നാമത്തെ റീഡിങ് R2 എന്ന് കൊടുക്കും. നാലാമത്തെ R3 എന്ന് കൊടുക്കുക. R4 അങ്ങനെയാണ് കൊടുക്കുക. ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ ശ്രദ്ധിച്ച് എഴുതിക്കോണം കേട്ടോ. ഇനി അടുത്ത കോളമാണ് എക്സ്റ്റൻഷൻ പ്രൊഡ്യൂസ്ഡ് L എന്ന് പറയുന്നത്. ഈ L എന്ന് പറയുന്നത് R1-ൽ നിന്ന് R0. അപ്പോൾ ഇവിടെ ഇനി ഒന്നും വരത്തില്ല. K ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ മാസ് പ്രൊഡ്യൂസിങ് എക്സ്റ്റൻഷൻ ആണ് അടുത്ത കോളമായിട്ട് കൊടുക്കേണ്ടത്. മാസ് പ്രൊഡ്യൂസിങ് എക്സ്റ്റൻഷൻ ലാസ്റ്റ് കോളത്തിലാണ് K ഈസ് ഈക്വൽ ടു mg/L എന്നുള്ള ഇക്വേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ലാസ്റ്റ് 3 കോളം ഇനി ആ ഫസ്റ്റ് സീരിയൽ നമ്പറിൻ്റെ അവിടെ അല്ലെങ്കിൽ ട്രയൽ നമ്പറിൻ്റെ അവിടെ ഒന്നും വരത്തില്ല. രണ്ടാമത്തെ കോളത്തിലാണ് എക്സ്റ്റൻഷൻ പ്രൊഡ്യൂസ്ഡ് R1 മൈനസ് R0, R2 മൈനസ് R0, R3 മൈനസ് R0, R4 മൈനസ് R0. ഇതിൽ നിന്ന് ഓരോ പ്രാവശ്യവും ഇനീഷ്യൽ റീഡിങ് മൈനസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് എക്സ്റ്റൻഷൻ പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഇക്വേഷനകത്ത് L ആയിട്ട് എടുക്കുന്നത്. മാസ് പ്രൊഡ്യൂസിങ് എക്സ്റ്റൻഷൻ ആ ഫസ്റ്റ് കോളം ഒന്നും വരത്തില്ല. അത് കഴിഞ്ഞ് 50, 100, 150, 200 ഇങ്ങനെ ആയിരിക്കണം സ്കൂളിൽ എടുത്തിട്ടുണ്ടാവുക. അത് നോക്കുക. അതായത് ടോട്ടൽ നമ്മളിവിടെ കൊടുക്കുന്ന മാസിൽ നിന്നും ഡെഡ് മാസ് എത്രയാണോ അത് മൈനസ് ചെയ്തിട്ട് എത്തുന്ന വാല്യൂ ആണ് ഇവിടെ മാസ് പ്രൊഡ്യൂസിങ് എക്സ്റ്റൻഷൻ. ഇനി ഈ 2 കോളം വെച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കേണ്ടത്. മാസ് പ്രൊഡ്യൂസിങ് എക്സ്റ്റൻഷൻ X ആക്സിസിലും എക്സ്റ്റൻഷൻ പ്രൊഡ്യൂസ്ഡ് Y ആക്സിസിലും കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരയ്ക്കുവാണേ. അപ്പോൾ മാസ് പ്രൊഡ്യൂസിങ് എക്സ്റ്റൻഷൻ M X ആക്സിസിലും എക്സ്റ്റൻഷൻ പ്രൊഡ്യൂസ്ഡ് Y ആക്സിസിലും ഇവിടെ കൊടുക്കേണ്ടത് നമ്മൾ തുടങ്ങുന്ന എത്രയാണ്? 50 എന്നല്ലേ ആദ്യത്തെ വാല്യൂ. 50, 100, 150, 200, 250, 300 അങ്ങനെ പോകും. Y ആക്സിസിൽ നമുക്ക് എത്രയാണോ നമ്മുടെ ലോവസ്റ്റ് വാല്യൂ ഹയസ്റ്റ് വാല്യൂ നോക്കുക. ഇപ്പോൾ എനിക്ക് 2.4 എന്നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഞാനിവിടെ 2 എടുക്കുന്നു. ലാസ്റ്റ് വാല്യൂ 14.4 എന്നോ അല്ലെങ്കിൽ 13.9 എന്നൊക്കെ ആണെങ്കിൽ 2 വാല്യൂ വിട്ടെടുക്കുവാണ്. 2, 4, 8, 10, 12, 14 അങ്ങനെ അങ്ങ് എടുക്കുവാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ സിമ്പിൾ പെൻഡലത്തിൻ്റെ ഗ്രാഫ് വരച്ചില്ലേ, അതുപോലെ തന്നെ വരച്ചോ. 50ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണോ വരുന്നത് അവിടെ ഒരു കുത്തിട്ടു. 100ന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണോ വരുന്നത്, 150ക്ക് കറസ്പോണ്ടിങ് എത്രയാണ്, 200ന് കറസ്പോണ്ടിങ് എത്രയാണ്, 250ക്ക് കറസ്പോണ്ടിങ് അങ്ങനെ വരച്ചു. നമുക്കിതാ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ കിട്ടി. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റ് പുറത്തേക്ക് പോകുന്നിരിക്കാം. 5 വാല്യൂവിൽ ഒന്നൊക്കെ പുറത്ത് പോയാലും വലിയ വിഷയമല്ല. ഇനി എന്ത് ചെയ്യണം? ML ഗ്രാഫ് വരച്ചോ നമ്മൾ. ഓക്കെ, ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഏതെങ്കിലും 2 പോയിന്റ് എടുത്തിട്ട് ഒരു സ്ലോപ്പ് വരയ്ക്കുക. ABC. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമല്ലോ, സിമ്പിൾ പെൻഡലം തന്നെ ചെയ്ത് നോക്കിക്കേ. അതുപോലെ തന്നെയാണ്. നോക്കിക്കേ എന്താ വരുന്നത്. നമ്മളിവിടെ AB എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ മൈനസ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. അപ്പോൾ AB is equal എന്താ കിട്ടുന്നത്? 250 മൈനസ് 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 200 ഗ്രാം. ഞാൻ ഗ്രാംസിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി BC എന്ന് പറയുന്നത് എന്താണ്? സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ മൈനസ് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. അപ്പോൾ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 12 ആണെന്ന് വിചാരിക്കും. 12 മൈനസ് 2.5. 12 മൈനസ് 2.5 എത്രയാണ് കിട്ടുന്നത്? 9.5 അല്ലേ? 9.5. ഓക്കെ, 9.5 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടി. അപ്പോൾ AB യും BC യും കിട്ടിയോ? AB യും BC യും കിട്ടി. അപ്പോൾ K എന്ന് പറയുന്നത് M/L × G ആണ്. M എത്രയാണ്? M എന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ AB ബൈ L എത്രയാണ്? BC ഇൻറ്റു 9.8. അതിന് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യണം. ഇവിടെ നമുക്ക് കിട്ടിയത് ഗ്രാംസിലാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുക. -3 കിലോഗ്രാം. ഇത് സെൻറ്റിമീറ്റേഴ്സിലാണ് കിട്ടിയത്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. 9.5 × 10⁻²⁻² മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തോ? ഇൻറ്റു 9.8 ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കെയുടെ വാല്യൂ കിട്ടും. Nm/m ആണ് SI യൂണിറ്റ് വരുന്നത്. ഇത്രയേ ഉള്ളൂ ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ ഗ്രാഫ്. ഇനി നമുക്കിതിൻ്റെ സ്കെയിൽ എഴുതുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെയുണ്ട്. അൺനോൺ മാസിൻ്റെ വാല്യൂ എങ്ങനെയാണ് നമുക്ക് ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത്. അൺനോൺ മാസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു സ്റ്റോൺ തരും. ആ സ്റ്റോണിൻ്റെ മാസ് കണ്ടുപിടിക്കാൻ പറയും ഫ്രം ഗ്രാഫ്. അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ വഴി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ആദ്യം നോക്കാം. അൺനോൺ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റോൺ ആണ് തരുന്നത്.
അപ്പം നമ്മൾ ആദ്യം ഇട്ട ഡെഡ് മാസ് 50 ഗ്രാം ആണെന്ന് വിചാരിക്കൂ. ഈ ഡെഡ് മാസിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ സ്റ്റോണും കൂടെ സസ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഡെഡ് മാസ് മാത്രം ഇടുമ്പോൾ കിട്ടുന്ന റീഡിംഗ് ആണ് നമ്മൾ R0 എന്ന് എടുക്കുന്നത് അല്ലേ. ഈ സ്റ്റോണും കൂടെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡെഡ് മാസിൻ്റെ കൂടെ സ്റ്റോണും കൂടെ ഇടുമ്പോൾ നമുക്ക് കിട്ടിയ റീഡിംഗ് R' ആണെന്ന് വിചാരിക്കും. അപ്പോൾ R' മൈനസ് R0 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എക്സ്റ്റൻഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്റ്റോൺ അല്ലേ. ഓക്കെ, അപ്പം നമുക്കിനി എന്ത് ചെയ്യണം? ഈ നമുക്ക് കാൽക്കുലേഷൻ വഴി എങ്ങനെ അൺനോൺ മാസ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കിക്കേ. K is equal to mg/L അല്ലേ ഇക്വേഷൻ അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഇതിന് പകരം തൽക്കാലം ഞാൻ L' എന്ന് കൊടുക്കുകയാണ്. ഈ L' ആണ് നമുക്ക് M ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. M is equal to നമുക്ക് എന്ത് കിട്ടും? KL'/G എന്ന് കിട്ടി. ഈ K എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അതേ സ്പ്രിംഗ് തന്നെയല്ലേ ഉപയോഗിച്ചത്. നമുക്ക് നേരത്തെ ഇവിടെ നിന്ന് കിട്ടിയോ K? ഏതാ ഗ്രാഫിൽ നിന്ന് അല്ലാണ്ട് കാൽക്കുലേഷൻ വഴി ഒരു K കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇനി ഗ്രാഫിൽ നിന്നാണെങ്കിൽ ഓക്കെ, ഗ്രാഫിൽ നിന്ന് കിട്ടിയ K എടുത്താലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ത്രൂ കാൽക്കുലേഷൻ അൺനോൺ മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേഷൻ വഴി ചെയ്ത K ആണ് എടുക്കേണ്ടത്. കാരണം അതിനകത്ത് ചിലപ്പോൾ ഗ്രാഫ് ചോദിക്കണം എന്നില്ല. അപ്പോൾ ആ K കിട്ടി, സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കിട്ടി. സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഇപ്പം ഞാൻ പറയുകയാണ് 15 ആണെന്ന് വിചാരിക്കൂ. 15 ഇൻറ്റു L' എന്താ കിട്ടിയത്? നമുക്ക് ഇവിടെ കിട്ടിയല്ലോ. ഇത് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എടുത്തപ്പോൾ കിട്ടിയല്ലോ. അപ്പോൾ ഞാൻ പറയുകയാണ് ഒരു 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ 9 ചെയ്യാം. 4 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ അതിനെ മീറ്റേഴ്സിലേക്ക് ആക്കുക. 10⁻²² ഡിവൈഡ് ബൈ 9.8 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്റ്റോണിൻ്റെ മാസ് കിട്ടിയിരിക്കും. മനസ്സിലായോ? അപ്പോൾ KL'/G ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺനോൺ മാസ് കിട്ടും. K എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണ്. L' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോൺ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടുന്ന എക്സ്റ്റൻഷൻ. ഓക്കെ, ഇനി ഇതേ സാധനം നമ്മളോട് ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറയുമെന്ന് വിചാരിക്കൂ. അപ്പോൾ നമുക്കിവിടെ L' കിട്ടിയല്ലോ. L' ഇപ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് 4 ആണെന്ന് വിചാരിക്കുക. എക്സ്റ്റൻഷൻ പ്രൊഡ്യൂസ് ചെയ്തത് 4 ആണെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ എന്താ നമ്മൾ മറ്റേ സിമ്പിൾ പെൻഡുലത്തിനകത്ത് തന്നെ ഗ്രാഫിൽ നിന്ന് നമ്മൾ ഇത് ചെയ്തില്ലേ, ടൈം പീരീഡ് ഓഫ് ദ സെക്കൻഡ് സ്പെൻഡിലൊക്കെ ലെങ്ത് ഓഫ് സെക്കൻഡ് സ്പെൻഡിലൊക്കെ ചെയ്തില്ലേ, അതുപോലെ തന്നെ ഇവിടെ എനിക്ക് 4 ആണ് എന്ത് കിട്ടിയത്? അൺനോൺ മാസ് സസ്പെൻഡ് ചെയ്തപ്പോഴുള്ള എക്സ്റ്റൻഷൻ കിട്ടിയത്. ഈ 4ൻ്റെ അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ലൈൻ വരച്ചു. ഇതെവിടെയെങ്കിലും ഗ്രാഫിൽ ടച്ച് ചെയ്തു. ഗ്രാഫിൻ്റെ അവിടെ നിന്ന് എക്സ് ആക്സിസിലേക്ക് വരച്ചു. എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂ എത്രയാണോ അതാണ് മാസ് ഓഫ് ദ സ്റ്റോൺ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ പറയുകയാണ് 50 100 അല്ലേ. അപ്പോൾ 50 കഴിഞ്ഞ് 100 അല്ലേ. 50 100 നടക്കൊരു 75. ഇതൊരു ഏതാണ്ട് ഒരു 80 ആണെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ 80 ഗ്രാമാണ് എനിക്ക് മാസ് കിട്ടുന്നത്. അപ്പോൾ 80 × 10⁻³ കിലോഗ്രാം. ദാറ്റ് വിൽ ബി ദ മാസ് ഓഫ് ദ സ്റ്റോൺ. ഞാൻ ഇന്നലെ പറഞ്ഞ ടിപ്പ് ആൻഡ് ട്രിക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റോണിൻ്റെ മാസമൊക്കെ എപ്പോഴും ഒരു 80 അല്ലെങ്കിൽ 70 120 ഇടയിലുള്ള വാല്യൂ ആയിരിക്കും അധികം ഉണ്ടാവുക. അധികം 90 100 110 120 ആ ഒരു റേഞ്ചിലുള്ള സ്റ്റോണേ നിങ്ങൾക്ക് ചെയ്യാൻ തരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് അൺനോൺ മാസ് ഫ്രം ഗ്രാഫ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എക്സ്റ്റൻഷൻ പ്രൊഡ്യൂസ്ഡ് കണ്ടുപിടിക്കുക. അത് നമ്മൾ വൈ ആക്സിസിലെ വാല്യൂ ഏതാന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് ഗ്രാഫിലേക്ക് വരയ്ക്കുക. ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നതിന് അവിടെ നിന്ന് എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുക. ദിസ് ഇസ് ദ ഗ്രാഫ്. ഓക്കെ, ഇനി ഇതിൻ്റെ സ്കെയിൽ എഴുതണം. സ്കെയിൽ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? എക്സ് ആക്സിസിൽ 10 ഡിവിഷൻസിൽ 50 grams, വൈ ആക്സിസിൽ 10 ഡിവിഷൻസിൽ 2 centimeters അല്ലേ. 2 4 8 10 അങ്ങനെയാണ് നമ്മൾ പോയത്. അപ്പോൾ 2 centimeters. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. എന്ത്? ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ ML ഗ്രാഫ് അല്ലെങ്കിൽ ലോഡ് എക്സ്റ്റൻഷൻ ഗ്രാഫ്. ലോഡ് എക്സ്റ്റൻഷൻ ഗ്രാഫ് എന്ന് പറയുന്നത് എമ്മിൻ്റെ കൂടെ ഇൻറ്റു 9.8 കൂടെ ചെയ്യുമ്പോഴാണ് അത് ലോഡ് ആവുന്നത്. എമ്മിൻ്റെ കൂടെ 9.8 ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ എടുക്കുക. വാല്യൂസ് എടുക്കുന്നത് ഇങ്ങനെ തന്നെയാണ് എടുക്കുക കേട്ടോ. 9.8 മൾട്ടിപ്ലൈ ചെയ്യാൻ മറന്നു പോകരുതേ. മറ്റേത് M/L മാത്രമേ ആവുള്ളൂ. mg/L ആണ് Kയുടെ ഇക്വേഷൻ വരുന്നത്. ഇനി നിങ്ങൾക്ക് വെർട്ടിക്കൽ ഓസിലേഷൻ മെത്തേഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ ഹെലിക്കൽ സ്പ്രിങ്ങിൽ? ചിലപ്പോൾ ചില സ്കൂളിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. അതിന് ഗ്രാഫ് ഉണ്ട്, പക്ഷേ അധികം സ്കൂളുകളിലും അത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നോക്കാം, നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ. എക്സ് ആക്സിസിൽ എമ്മും വൈ ആക്സിസിൽ T² ആണ് വരിക. നമ്മുടെ സിമ്പിൾ പെൻഡത്തിൻ്റെ LT² പോലെ തന്നെയാണ് ഇവിടെ MT². അത് ചെയ്തവർക്ക് അറിയാം. ഓക്കെ, എന്നിട്ട് ഇത് ചെയ്യാനില്ലാത്തവർ ഇത് കാണണ്ട കേട്ടോ. ബാക്കിയുള്ളത് കാണണ്ട. ഇനി അടുത്ത് ബാക്കി ഞാൻ അവസാനത്തേക്ക് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കണ്ടാൽ മതി. ഓക്കെ, ഇതുപോലെ തന്നെയാണ്. നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. ഏതെങ്കിലും 2 പോയിൻ്റ് എടുത്തു, ഒരു ട്രയാങ്കിൾ വരച്ചു, ABC വരച്ചു. ഇനി എന്ത് ചെയ്യണം? AB/BC കണ്ടുപിടിക്കുക. AB/BC ചെയ്യുമ്പോൾ ഇനി AB/BC ഒക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാവേ. ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടി. അത് M കിട്ടി. ബൈ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ മൈനസ് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ചെയ്യുമ്പോൾ T² കിട്ടി. പക്ഷേ ഇൻറ്റു 4π² കൂടെ ചെയ്യുമ്പോഴാണ് നമ്മുടെ എന്ത് Kയുടെ വാല്യൂ ആവുന്നത്. അതായത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പോലെ തന്നെ 4π² AB/BC തന്നെയാണ് ഇവിടുത്തെ ഇക്വേഷൻ വരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ലെങ്തിന് പകരം മാസ്സാണ് എടുക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. മാസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന മാസ് എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ.
ഓക്കെ, ഇനി ഇതിനകത്ത് നിന്നും അൺനോൺ മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ അൺനോൺ മാസ് സസ്പെൻഡ് ചെയ്യുമ്പോഴുള്ള ടി സ്ക്വയർ എത്രയാണ് കിട്ടുന്നത് നോക്കുക. അൺനോൺ മാസ് സസ്പെൻഡ് ചെയ്യുമ്പോഴുള്ള ടി സ്ക്വയർ കിട്ടുന്നത് നോക്കുക. ഇപ്പോൾ അത് ഇവിടെ ആയിട്ടാണ് വരുന്നതെന്ന് വിചാരിക്കും. ഇപ്പോൾ ഞാനിവിടെ 1 2 3 4 എന്നാണ് എടുക്കുന്നതെങ്കിൽ അൺനോൺ മാസ് സസ്പെൻഡ് ചെയ്യുമ്പോഴുള്ള ടി സ്ക്വയർ എനിക്ക് 4 ആണ് കിട്ടുന്നതെങ്കിൽ ഗ്രിപ്പ് കൊണ്ട് ഇങ്ങനെ ഇതിലേക്ക് ടച്ച് ചെയ്യുക. അവിടെ നിന്ന് എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുമ്പോൾ ഇവിടെ കിട്ടുന്നതാണ് മാസ് ഓഫ് ദ സ്റ്റോൺ. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇത് ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞത് അധികം സ്കൂളിലും ഇല്ലാത്തത് കൊണ്ടാണ്. ഇനി അഥവാ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് സ്കൂളിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഞാനിപ്പോൾ ഈ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ മിസ്സിനോട് ഒന്ന് വാട്സപ്പിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പം വാട്സപ്പിൽ ചോദിക്കുന്നവർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ആരുടെയൊക്കെയോ ഞാൻ മിസ്സായിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. ഞാൻ പിന്നെ മെസ്സേജസ് തിരക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല, കുറേ മെസ്സേജസ് വരുന്നത് കൊണ്ടേ. അപ്പോൾ ആർക്കെങ്കിലും ഞാൻ റിപ്ലൈ ചെയ്യാണ്ട് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് മിസ്സിനെ ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി കേട്ടോ. പിന്നെ ഉള്ളത് ഞാനിപ്പോൾ +2ൻ്റെ എക്സ്പെരിമെൻറ്റ്സും കൂടെ ഗ്രാഫും കൂടെ ഇതിൻ്റെ കൂടെ പറയാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ തൊണ്ട മാക്സിമം പണി തന്നു. ഞാൻ ഇടയ്ക്ക് ആദ്യം ഒന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്തെടുക്കേണ്ടി വന്നല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് സെക്കൻഡ് +2 എക്സ്പെരിമെൻറ്റ്സിൻ്റെത് ഞാൻ പറഞ്ഞുതരാം. അത് കോൺവെക്സ് ലെൻസും കോൺകേവ് മിററും പ്രിസത്തിൻ്റെത് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ചിലർക്ക് ഡയോഡ് ഒരു ഡൗട്ടുണ്ട്, പക്ഷേ എല്ലാം ഞാൻ ഗ്രാഫ് ചെയ്തതാണ്. നിങ്ങൾ ഒന്ന് നോക്കുക, സംശയം ഉണ്ടെങ്കിൽ പറയാം. ഞാൻ എന്തായാലും അതിൻ്റെ ഗ്രാഫും കൂടെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് നമുക്ക് ആവശ്യമുള്ളത്? പലരും വൈവാ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈവാ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ നാളെ എക്സാം ഉള്ളവർക്ക് വേണ്ടിയിട്ട് അതിന് മുന്നേ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് അറിയില്ല. മിസ്സിന് പിന്നെ 4 മണി തൊട്ട് ക്ലാസ്സുണ്ട്, 9 മണി വരെ ക്ലാസ്സുണ്ട്. അതിന് ശേഷം ഓക്കെ ആണെങ്കിൽ ഇനിയിപ്പോൾ ആ ക്ലാസ്സും കൂടെ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ എൻ്റെ സൗണ്ട് എന്താവും എന്നുള്ളത് അറിയില്ല. അത് കഴിഞ്ഞ് ഞാൻ സമയം ഉണ്ടെങ്കിൽ വൈവാ ക്വസ്റ്റ്യൻസ് ചെയ്യാം, അല്ലെങ്കിൽ നാളെ ഉള്ളവരൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. വൈവാ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആ ഒരു തിയറി ബേസ് ചെയ്തിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ടീച്ചേഴ്സ് ചോദിക്കുകയുള്ളൂ. വൈവാന്ന് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ മിസ്സ് വീണ്ടും പറയുകയാണ്, ഇന്ന് പ്രാക്ടിക്കൽസ് കഴിഞ്ഞിട്ടുള്ളവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കൊടുക്കുകയാണെങ്കിൽ ഇനി എക്സാംസ് എഴുതുന്നവർക്കൊന്ന് ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പം ഇനി നമുക്ക് വൈവാ ക്വസ്റ്റ്യൻസും പിന്നെ +2ൻ്റെ ഗ്രാഫുകളും ചെയ്യാനുണ്ട്. ഓക്കെ.